അലീനയും മനുവും കൂടി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണേ. മനുവിനോട് അലീന ചോദിക്കുകയാണ്, അല്ല മനുവേട്ടൻ ഇപ്പൊ എവിടെയാ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മനു അവതരിപ്പിച്ചിരുന്നല്ലോ. വലിയ കോലാഹലം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ മനു എറണാകുളത്താണ്. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അലീന പറയാണ്, മനുവേട്ടാ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, എൻ്റെ മേഡം ഉണ്ടല്ലോ, എൻ്റെ വൈജി ആൻറ്റി മേഡം, വൈജ മേഡം, ആ മേഡം എന്നെ പ്രസവിച്ച ദിവസാ നാളെ എന്ന് പറയാണ്. നാളെയോ? അപ്പൊ തന്നെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുമ്പം അതെ മനുവേട്ടാ, ആ ഒരു ദിവസം എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ ജീവിതം താളം തെറ്റിയ ദിവസമല്ലേ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം എനിക്കൊന്ന് മുലയൂട്ട് പോലും ചെയ്യാതെ എന്നെ കളഞ്ഞ ദിവസമല്ലേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, വൈജിയാൻ്റെ അല്ലല്ലോ, മുത്തശ്ശനല്ലേ അതിന് കാരണക്കാരൻ. കുട്ടി മരിച്ചു പോയെന്ന് പറഞ്ഞത് മുത്തശ്ശനല്ലേ, അതുകൊണ്ടല്ലേ ആൻറ്റി അങ്ങനെ വിശ്വസിച്ചത്, അല്ലാതെ ആൻറ്റി നിന്നെ മനഃപൂർവ്വം കളഞ്ഞതല്ലോ എന്ന് പറയാണ്. അതൊക്കെ ശരിയായിരിക്കും മനുവേട്ടാ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അനാഥയായ ദിവസമല്ലേ. മുത്തശ്ശനും ആങ്ങളമാരും വൈദ്യമേടവും എല്ലാവരും അതിൻ്റെ ഓരോ കാരണക്കാരാ. പിന്നെ എന്നെ ഉപേക്ഷിച്ചു പോയ എൻ്റെ അച്ഛനും എല്ലാവരും ഞാനൊരു അനാഥയാവാൻ കാരണക്കാരല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ദിവസം ഞാൻ അങ്ങനെ മറക്കാറില്ല. ഇന്ന് വരെ ഞാൻ ആഘോഷിച്ചിട്ടുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കെങ്കിലേ ഇത്തവണ ഒന്ന് ആഘോഷിച്ചാലോ? അപ്പം അലീന ചോദിക്കുകയാണ്, എന്തിനാ മനുവേട്ടാ? മനുവേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ ഒരു കുട്ടി ഉണ്ടാകുമ്പം അവൾക്ക് അച്ഛൻ, അമ്മ, അതുപോലെ സഹോദരങ്ങൾ, കുടുംബക്കാർ എല്ലാമാണ് കൂടെ ജനിക്കുന്നത്. പക്ഷേ എനിക്കോ, ഞാൻ ജനിച്ചപ്പോൾ എനിക്കെല്ലാവരും നഷ്ടപ്പെടുമായിരുന്നു. അമ്മ, അച്ഛൻ, അങ്കിൾമാര്, സഹോദരങ്ങള് എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായിട്ട് ഞാനത് ആഘോഷിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ സ്നേഹനികേതത്തിൽ കുറച്ച് കുട്ടികളുടെയൊക്കെ ആഘോഷിക്കും. അത് വേറൊന്നുമല്ല, അവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ ആഘോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം സങ്കടപ്പെടുന്നത് കാണുമ്പം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ അത് സാധിച്ചു കൊടുക്കും. പക്ഷേ ഞാനും രേവതിക്കുട്ടിയും ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ ആഘോഷിച്ചിട്ടോ ഒന്നുമില്ല. ഞങ്ങൾ അനാഥരായ ദിവസമാണ് ഞങ്ങൾ ജനിച്ച ദിവസം. പിന്നെ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങൾ ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നും പറഞ്ഞ് അലീന കരയാണ്. മനു പറയുന്നുണ്ട്, സാരില്ലടോ, അതൊക്കെ വിട്ടുകളാ. ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? ദേ തന്റെ അമ്മയുടെ മുമ്പില് അച്ഛനായി കരുതുന്ന, അതിനപ്പുറം സ്നേഹിക്കുന്ന ഒരച്ഛനുണ്ട് കൂടെ. പിന്നെ ദേ സഹോദരങ്ങളുണ്ട്, അങ്കിളുമാരുണ്ട്, ആന്റിമാരുണ്ട്. പോരാത്തതിന് തനിക്ക് ഞാനില്ലേ എന്ന് ചോദിക്കാണ്. എത്ര കാലം മനുവേട്ടൻ എൻ്റെ കൂടെ കാണും എന്ന് ചോദിക്കുമ്പോൾ മനു പറയാണ്, അത് പിന്നെ ഈ ജന്മം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ഒരു സീറ്റ് ഇട്ട് വെച്ചിരിക്കുക, അവിടെ റിസർവ് ചെയ്തിരിക്കുക. അലീനെന്ന പേര് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇനി മറ്റാർക്ക് സ്ഥാനമില്ല. ഇനി നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയാലും ഞാൻ ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും പിടിച്ചിരുത്തത്തും ഇല്ല. മനുവിൻ്റെ കൂടെ മനുവിനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അലീനയുടെ കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ആനയുടെ മറുപടി എന്തായിരുന്നു എന്ന് മനുവേട്ടൻ ഓർക്കുന്നുണ്ടല്ലോ. അതിനുശേഷം മനുവേട്ടന് അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാണ്ട് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു, ഈ മനുവിന് ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് അലീനയുമായിട്ടായിരിക്കും, അല്ലാതെ ഈ മനു 6ാം കാര്യത്തിൽ താലി കിട്ടില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയാണ്, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരിയാവുന്നത്. ഞാൻ ഏത് നിമിഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങണ്ടേന്ന് എനിക്കറിയില്ല. അതോടുകൂടി തീരുമില്ലേ എല്ലാം. അപ്പൊ മനു പറയുന്നുണ്ട്, നീ എന്താ എന്നെക്കുറിച്ച് കരുതിയത്? ഞാൻ പ്രായപൂർത്തിയായ 18 വയസ്സുള്ള ഒരു പുരുഷനാ. എനിക്ക് ജോലിയുണ്ട്, നിന്നെ പോറ്റുള്ള കഴിവുണ്ട്, പിന്നെ നിനക്കോ ജോലിയുണ്ടല്ലോ. പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? നീ എവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലേ നീ എൻ്റെ കൂടെ ഇങ്ങ് പോരും, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം, നാളത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കരഞ്ഞ, ഏറ്റവും ഞാൻ അനുഭവിച്ച, ഏറ്റവും ഞാൻ മാനസികമായി വിഷമിച്ച ദിവസമാണ്. പക്ഷേ പിന്നൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പ്രജിത്താമ്മയുടെ കയ്യിലേക്കാണല്ലോ എന്നെ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ നല്ലൊരു പെൺകുട്ടിയായിട്ട് വളർന്നു, അതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറയാണ്. സഹോദരങ്ങളും അച്ഛനും അമ്മയും ഇല്ലെങ്കിലും മുലപ്പാലിൻ്റെ രുചി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ പ്രജിത്താമമ്മി എന്നെ പൊന്നുപോലെ നോക്കിയത്, എനിക്ക് ഒരുപാട് സ്നേഹം നൽകി. സ്വന്തം മക്കളെക്കാളിലും കാര്യമായിട്ടാണ് എന്നെ കൊണ്ടു നടന്നത്. ഞാനും രേവതിക്കുട്ടിയും ഞങ്ങളോടുള്ള എല്ലാ കുട്ടികളെയും മമ്മി ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന സങ്കടപ്പെടുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്നാൽ ശരി, എനിക്ക് കുറച്ച് വർക്ക് കൂടുതലായിന്ന്, ഞാനെങ്കിൽ വർക്കൊക്കെ തീർക്കട്ടെ, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് കട്ടാക്കാണ്. അലീന അവിടെ നിന്നുകൊണ്ട് വിതുമ്പി കരയുന്നുണ്ട് കേട്ടോ. നാളത്തെ ദിവസം ഓർത്ത്
ഇതേ സമയം റൂമില് വൈജനെ കാണിക്കാണ്. വൈജ അവളുടെ അലമാരിൽ നിന്നും പഴയ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ നോക്കി അവളിങ്ങനെ വിരുമ്പി കരയാണ്. അത് വേറൊന്നുമല്ല, സ്റ്റാൻലിയുടെയും അവളുടെയും ഫോട്ടോ ആയിരിക്കും. അവള് ഗർഭിണിയായിരുന്ന സമയത്ത് സ്റ്റാൻലിയും അവളുമായിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 23 വർഷമായിട്ടും അത് ബാലേന്ദ്രന്റെ കണ്ണിൽ പെടാതെ അവൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ആ ഒരു ഫോട്ടോ നോക്കി വൈജ കരയാണ്. ആ ഫോട്ടോ അവളുടെ മനസ്സിന് എന്നും ഒരു വിങ്ങലായിരുന്നു. അങ്ങനെ ഫോട്ടോ നോക്കുമ്പം അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്, താന് പ്രസവവേദന സ്റ്റാൻലിയുടെ കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞ ആ കുറച്ച് കാലഘട്ടങ്ങളും, അതുപോലെ താന് ഇതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഉള്ള പേപ്പേഴ്സൊക്കെ എടുക്കാനായിട്ട് നാട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി എന്ന് അവസാനമായി പോയതും, കണ്ണീരോടുകൂടി സ്റ്റാൻലി യാത്രയാക്കിയതും, എന്നാൽ തിരിച്ച് സ്റ്റാൻലി ഒരിക്കലും വരാതിരുന്നതും, അച്ഛനും ആങ്ങളമാരും കൂടി വന്ന് തന്നെ പിടിച്ചുകൊണ്ടു പോയതും, ശേഷം കൊട്ടാരക്കരയിലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പ്രസവവേദന കൂടി തന്നെ കൊണ്ടുപോകുന്നതും, അവിടെ വച്ച് കുഞ്ഞ് ജനിക്കുന്നതും, പിന്നീട് അച്ഛൻ വന്ന് കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞപ്പം താൻ അലമുറയിട്ട് കരഞ്ഞതും, ഡിപ്രഷനിലേക്ക് മാറുന്നതും, എല്ലാ കാര്യങ്ങളും വൈജി അവിടെ നിന്ന് ഓർക്കാണ്. ആ ദിവസം നാളെയാണ്. ഇന്നാണ് താൻ വേദനയൊക്കെ സ്റ്റാർട്ടാവുന്നത്. നാളത്തെ ദിവസം എന്നെ കൊട്ടാരയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച് പ്രസവം നടന്നു. ഇതെല്ലാം അവളുടെ മനസ്സിലേക്ക് മാറി തിരിഞ്ഞ് വന്നുകൊണ്ടാണ്. ഒരു സ്ഥലത്തേക്ക് മുകളിലിരുന്ന് കരയുന്നു, ഒരു സ്ഥലത്ത് വൈകിയിരുന്ന് കരയാണ്. അങ്ങനെ ആ ഫോട്ടോ പഴയതുപോലെ ഭദ്രമാക്കി ആ അലമാരിക്കുള്ളിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോളെ കയറി വരാണ്. അമ്മയെന്ന് വിളിക്കുമ്പം എന്താടി എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നമ്മേ, അമ്മയെന്ന് വിളിക്കുമ്പം എന്താ മോളെ എന്ന് ചോദിക്കുന്നത് ഈ ജന്മത്ത് എനിക്ക് കേൾക്കാനാവോ എന്ന് ചോദിക്കുമ്പം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ ഇപ്പൊ പുതിയ ആളുണ്ടല്ലോ. ആയിക്കോട്ടെ. അല്ല, അമ്മ കരഞ്ഞോ? അമ്മയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല, എനിക്ക് വേദന കാരണം സഹിക്കാനാവാതെ എൻ്റെ മുഖമൊക്കെ അങ്ങനെ ആയതാ. നീ ഇനി കൊട്ടിഘോഷിക്കാണ്ട് നിൽക്കണ്ട. ഏയ്, ഞാൻ ആരോട് പറയാനാ? അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താവശ്യം? എനിക്കൊരാവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആവശ്യമുള്ളതൊക്കെ അവൾ തരുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നമ്മേ, ഞാൻ എന്ത് ഡയലോഗ് സംസാരിച്ചാലും അമ്മ അപ്പം തന്നെ അതിനിടയിലേക്ക് ആലീന ചേച്ചിനെ എന്തിനെ കൊണ്ടുവരാ? അമ്മയ്ക്ക് എന്ത് മനസ്സമാധാനം കിട്ടുന്നത് എന്നും ചോദിച്ച് കൃഷ്ണമോള് പറയുമ്പോൾ, നീ ഒന്ന് പോവോ? എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് കുറച്ച് മനസ്സമാധാനമാ. നിങ്ങളാലും വന്ന് എനിക്ക് കിട്ടില്ല. ദയവ് ചെയ്ത് എൻ്റെ അടുത്തുനിന്ന് ഒന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ, ശരി, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അവിടുന്ന് പോവാണ്. ഈ സമയം അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് അലീനയും കണ്ണൊക്കെ നിറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നതാണ്. അലീന ചേച്ചി, എന്തു പറ്റി? കരഞ്ഞോ ചേച്ചി? ഏയ്, ഞാൻ കരഞ്ഞൊന്നുമില്ല. പിന്നെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. സത്യം പറ, കരഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഏയ്, ഒന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട്. എന്താ ചേച്ചി, കാര്യം പറ. അപ്പോഴേക്കും കൃഷ്ണമോളെ മാറ്റി നിർത്തിക്കൊണ്ട് അലീന പറയാണ്, അത് പിന്നെ നാളെയായിരുന്നു ആ ദിവസം. ഏഴ് ദിവസം? എൻ്റെ അമ്മയുണ്ടല്ലോ വൈജ മേഡം നാളെയാ എന്നെ പ്രസവിക്കുന്ന ദിവസം. ആണോ? നാളെയാണോ ചേച്ചിയുടെ ബർത്ത്ഡേ? പതിയെ പറ. നാളത്തെ ദിവസം എന്നെ പ്രസവിച്ചതിന് ശേഷമാണല്ലോ നിങ്ങളുടെ അമ്മയെ മുത്തശ്ശനെയൊക്കെ കൂടിയിട്ട് എന്നെ ഉപേക്ഷിച്ചത്. അമ്മ അതിന് അറിഞ്ഞില്ലേ ചേച്ചി? ചേച്ചി മരിച്ചു പോയെന്നല്ലേ അമ്മ അറിഞ്ഞത്? മുത്തശ്ശനല്ലേ അതിനെല്ലാം കാരണക്കാരൻ. മുത്തശ്ശനല്ലേ കൊണ്ട് അനാഥലത്തിൽ ഏൽപ്പിച്ചതും. അതേ മോളെ, എനിക്ക് എല്ലാവരും ഒരു സെക്കൻഡ് ഉണ്ടാവുകയും അതേ നിമിഷം തന്നെ എല്ലാവരും നഷ്ടപ്പെട്ട ദിവസാ. അതോർത്ത് ഞാൻ കരയായിരുന്നു. മനുവേട്ടനിപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട്. ചേച്ചി, എനിക്കിപ്പോഴാ മനസ്സിലായത്. ഞാനിപ്പോഴേ അമ്മയുടെ മുറിയിലേക്ക് പോയിരുന്നു. അപ്പൊ അമ്മ ഇരുന്ന് കരയാ. കരയായിരുന്നോ? അതെ, ഞാൻ കണ്ടതാ ചേച്ചി. ഞാൻ ചെന്നപ്പോ കണ്ണെല്ലാം നിറഞ്ഞ് മുഖമൊക്കെ വാടി വല്ലാണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റിയമ്മേ, എന്താന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല, എനിക്ക് മനസ്സമാധാനം തരുമോ, ഒന്ന് ഇറങ്ങി പോവാന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം ഓർപ്പാ. നാളത്തെ ആ ഒരു പ്രസവക്കാരി ഓർത്തായിരിക്കും അമ്മയെ കരഞ്ഞത്. എല്ലാ വർഷവും ഈ സമയം അമ്മ കരയുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്തൊക്കെയാണേലും അമ്മ പ്രസവിച്ചതല്ലേ, എന്തൊക്കെയാണേലും ഞങ്ങളുടെ എല്ലാം മൂത്ത കുട്ടിയല്ലേ. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ വേദന ഇല്ലാതിരിക്കുമോ ചേച്ചി? മുത്തശ്ശൻ കാണിച്ച് ചതിയല്ലേ അമ്മയോട്. അമ്മ അറിഞ്ഞില്ലല്ലോ ചേച്ചി ഇങ്ങനെ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും. അത് ഒരിക്കലും അറിയണ്ട മോളെ, അറിയാതിരിക്കുന്നതന്നെ നല്ലത്. മരിച്ചുപോയ കുഞ്ഞാണെന്ന് തന്നെ അമ്മ കരുതിക്കോട്ടെ. പാവം അമ്മ
ഒറ്റയാളായിട്ട് ഇരുന്നുകൊണ്ട് ആ മുറിയിലിരുന്ന് വിഷമിച്ച് കരയാ. ഒരാളോട് പോലും ആ സങ്കടം പറയാൻ പോലും ആ പാവത്തിന് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതേ അവസ്ഥയാടി എൻ്റെയും. പക്ഷെ എനിക്ക് നിന്നോടെങ്കിലും ഒന്ന് പറയാനാവുന്നുണ്ട്, മനുവേട്ടനോടും പറയാൻ സാധിക്കുന്നുണ്ട്, വേണമെങ്കിൽ അച്ഛനോടും പറയാൻ പറ്റും. പക്ഷേ മേഡത്തിന് ആരോടും പറയാൻ ഒക്കില്ലല്ലോ എന്നും പറഞ്ഞ് അലീനെ സങ്കടപ്പെടുന്നുണ്ട്. പിന്നെ ഈ കാര്യം മറ്റാരും അറിയണ്ട കേട്ടോ, അതൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ വഴിവെക്കും. അതുകൊണ്ട് നീ മിണ്ടാന്നങ്ങ് പോയിക്കോ, അടുക്കളയിൽ എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട്. ശരി ഏച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം കൃഷ്ണമോളുടെ ഫോണിലേക്ക് മനു വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ മനുവേട്ടാ എന്ന് ചോദിക്കുകയാണ്. അല്ല അലീന ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ഞാൻ ചെന്നപ്പോൾ അടുക്കളയിൽ നിന്നുകൊണ്ട് കരയായിരുന്നു. ഞാൻ ചോദിച്ചവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, മനുവേട്ടനും വിളിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ചേട്ടാ അത് മാത്രമല്ല, ഞാൻ മുറിലേക്ക് പോയപ്പോഴേ അമ്മ ഇരുന്ന് കരയായിരുന്നു. വൈജി ആൻറ്റിയോ? അതെ, അമ്മ ഇരുന്ന് ഓർത്തോർത്ത് കരയായിരുന്നു. എനിക്ക് ഉറപ്പാ നാളത്തെ കാര്യം ഓർത്തായിരിക്കും അമ്മ കരഞ്ഞത്. എന്തൊക്കെയാണല്ലോ അമ്മ പ്രസവിച്ച മോളല്ലേ, ആ മോളെ നഷ്ടപ്പെട്ട ദിവസം നാളെ, ആ മോളുടെ ഓർമ്മദിനമല്ലേ. അങ്ങനെ ആയിരിക്കുമ്പം ഏതൊരു പെറ്റമ്മയാക്കിയാണെങ്കിലും സങ്കടം വരില്ലേ, അതായിരിക്കും ഓർത്തത് എന്നും പറഞ്ഞുകൊണ്ട് അവളും മനുവിനോട് സംസാരിക്കുകയാണ്. അത് ശരിയാ, എന്തൊക്കെയാണെങ്കിലും എൻ്റെ മുത്തച്ഛൻ രാമണിയാരാണല്ലോ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി വെച്ചത്. അന്ന് തന്നെ കുട്ടി മരിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവായിരുന്നോ? അന്ന് അതിനെ മറച്ചു വെച്ച് അനാഥാലയത്തിലാക്കിയത് കൊണ്ടല്ലേ ഇപ്പം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത് എന്ന് മനു പറയാണ്. അല്ല ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. ഇത്രയും കാലമായിട്ട് അലീന ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. കാരണം എല്ലാവരും നഷ്ടപ്പെട്ട ദിവസമായിരുന്നല്ലോ അവക്ക്. പക്ഷെ ഇപ്പം അവൾക്ക് എല്ലാവരും ഉണ്ട്, സഹോദരങ്ങളും അമ്മയും അച്ഛനും ഞാന് ആന്റിമാര് അങ്കിള് അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. ഈ സമയത്ത് അവളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണ്ടേ? പിന്നെ അല്ലാതെ ഞാനത് മനസ്സിലോർത്തു. പക്ഷെ ചേച്ചിക്കോട് താല്പര്യം കാണില്ല. ചേച്ചിക്ക് താല്പര്യം കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ നാളെ നല്ല വലിയ സർപ്രൈസ് ഒരുക്കാം. അല്ല മനുവേട്ടൻ എറണാകുളത്തല്ലേ, ഞാനിന്ന് രാത്രി തന്നെ അങ്ങോട്ടേക്ക് എത്തും. അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചോണ്ട് വരും. അല്ല നാളെ അലീനെ അവിടെ നിന്ന് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അലീന തിരികെ വരുമ്പോൾ നമുക്ക് സർപ്രൈസിൽ റെഡിയാക്കിയിരിക്കണം. എൻ്റെ മനുവേട്ടാ, അലീന ചേച്ചി 5 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാ. ആ സമയത്ത് ചേച്ചിനെ എങ്ങനെ മാറ്റാനാ? നമ്മൾ എപ്പോൾ പിന്നെ സർപ്രൈസ് ഒരുക്കും എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നീ ഇല്ലാതെ, നീ അവിടുന്ന് പോയാലല്ലേ അലീനെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ സർപ്രൈസ് ഒരുക്കും എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ബബിതേച്ചിയോട് ഞാൻ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ബബിതേച്ചി അലീന ചേച്ചിനെയും കൂടി രാവിലെ തന്നെ പറഞ്ഞയച്ചാലോ? പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? അലീന ചേച്ചി പുറത്തേക്ക് ആ സമയത്ത് പോവില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട സമയമല്ലേ, അതുകൊണ്ട് ചേച്ചി അവിടുന്ന് പോവില്ല മനുവേട്ടാ. ആ സമയത്ത് വേണ്ട, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി 8:30 ആകുമ്പോഴേക്കും അലീന എങ്ങോട്ടെങ്കിലും പോകുന്ന പോലെ ഒന്ന് പ്ലാൻ ചെയ്യാം എന്ന് പറയാണ്. അത് ഞാൻ ഏറ്റു. ഞാൻ ബബിതേച്ചിയോട് ഒന്ന് പറഞ്ഞു നോക്കാം. ബബിതേച്ചി ഇപ്പോൾ കുറച്ചൊക്കെ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇനി അലീനച്ചിയുടെ കേസ് ആയതുകൊണ്ട് ശരി സമ്മതിക്കുമെന്ന് അറിയില്ല. ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് മനുവേട്ടൻ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ നേരെ ബബിതയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ബബിജിയോട് ഈ കാര്യങ്ങൾ പറയാണ്. മനുവേട്ടന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. നാളെ ചേച്ചിയുടെ ബർത്ത്ഡേയാ. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും ബബിതി ചേച്ചിയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുമോ എന്ന് ചോദിക്കുകയാണ്. അതെന്താടി ഇപ്പൊ ഇത്ര വലിയ ആഘോഷം? മനുവേട്ടന് അലീന ഇല്ലാതെ പറ്റില്ലെന്നായല്ലേ? അപ്പൊ കൃഷ്ണ പറയാണ്, ചേച്ചി പറഞ്ഞ ശരിയാ, മനുവേട്ടന് അലീന ചേച്ചിനെ ഇഷ്ടാ. ആ കാര്യം അച്ഛനോട് സംസാരിക്കുന്നത് കേട്ടു. അച്ഛന് വിരോധമൊന്നുമില്ല, പക്ഷെ ചേച്ചിയാ പിടികൊടുക്കാൻ നിൽക്കുന്നത്. അത് മാത്രമല്ല കൊല്ലപ്പള്ളിയിലും ചേട്ടൻ ഈ കാര്യത്തിനെ സംസാരിച്ചിരുന്നു എന്ന് പറയാണ്. ആഹാ കൊള്ളാലോ, അപ്പൊ അത്രയൊക്കെ ആയല്ലേ? മനുവേട്ടന് ഇഷ്ടാ, പക്ഷെ ചേച്ചിയാ അമ്പിനും വില്ലും അടുക്കാൻ നിൽക്കുന്നത്. നാളെ എന്തായാലും ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തന്നെ മനുവേട്ടൻ തീരുമാനിച്ചു. ഇത്രയും കാലം പാവം ചേച്ചിക്ക് ആരും ഇല്ലായിരുന്നല്ലോ, അനാഥാലയത്തിലല്ലേ വളർന്നത്, അതുകൊണ്ട് തന്നെ ആഘോഷിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ ആ ചേച്ചിയുടെ അച്ഛൻ, നമ്മളെ സഹോദരങ്ങള് എല്ലാരും ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ആഘോഷിക്കാലോ എന്ന് പറയാണ്. ബബിത ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ അലീന നമ്മുടെ കൂടപ്പറപ്പ് തന്നെയാണോ? ചേച്ചിക്കത് ഇത്ര സംശയം, അത് ഉറപ്പല്ലേ? ചേച്ചിക്ക് ഡൗട്ടുണ്ടെങ്കിലേ ഒരു DNA ടെസ്റ്റ് എടുത്ത് നോക്ക്, അപ്പൊ അറിയാം എന്ന് പറയുന്നുണ്ട്. ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല നാളെ എങ്ങനെയാ പോണത്? ഞാനൊരു കാര്യം പറയാം, ചേച്ചിക്ക് അമ്പലത്തിലേക്ക് പോകണമെന്നോ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ചേച്ചി ഇവിടെ നിന്ന് മാറ്റി നിർത്താവോ? അങ്ങനെ മനുവേട്ടൻ പറഞ്ഞത്. ശരി ഞാൻ നോക്കാം.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണേ. മനുവും കൃഷ്ണമോളും കൂടി എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 8:30-9 ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ബബിത പറയുന്നുണ്ട്, എനിക്കൊന്ന് അമ്പലം വരെ പോകണം, അലീന ചേച്ചി കൂടെ വരുമോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, നിനക്ക് തന്നെ പോയാൽ പോരെ, എന്തിനാ അലീനെ കൂടി വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അല്ലച്ചാ എനിക്കിപ്പോ ഒരു പേടിയുണ്ട്, നാട്ടുകാരെല്ലാം കൂടി കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ, അതുകൊണ്ട് എനിക്കൊരു ഷയ്യാ, ചേച്ചി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ വൈജയ്ക്ക് ആകെപ്പാടെ കലിപ്പ് കയറുകയാണ്. ബബിതയായിരുന്നല്ലോ തന്റെ വലം കൈ, അവളും കൂടി ഇപ്പം അവളുടെ ഭാഗത്തേക്ക് ആയതുകൊണ്ട് വല്ല ദേഷ്യമാണേ. ബാലനൻ പറയുന്നുണ്ട്, എങ്കിൽ പോയിട്ട് വാ. കൃഷ്ണമോളെ നീ പോകുന്നുണ്ടോ? ഇല്ലച്ചാ ഞാൻ പോകുന്നില്ല. അച്ഛനും എന്താ പരിപാടി? ഞാന് ഉച്ച വരെയുണ്ട്, ഉച്ച വരുമ്പോഴേക്കും എനിക്കിന്ന് ജ്വല്ലറി വരെ പോണം, കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അലീന ബബിതയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അലീന വാതിക്ക് നിൽക്കുമ്പം ബബിത പറയാണ്, ചേച്ചി കയറി വാ, അത് സാരമില്ല ചേച്ചി, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, പിന്നെന്താ കുഴപ്പം? അയ്യോ അതുകൊണ്ടല്ല, എൻ്റെ കഴുത്തിൽ ഈ കൊന്തയൊക്കെ ഉണ്ടല്ലോ, നാട്ടുകാർ ആരെങ്കിലും കണ്ടാല് പ്രശ്നമാവില്ലേ? അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, മതസ്ഥർക്ക് പ്രവേശനം ഇല്ലെന്ന്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ല, എല്ലാം ദൈവങ്ങൾ തന്നെയല്ലേ എന്ന് അലീന പറയാണ്. അങ്ങനെ ബബിത അകത്തേക്ക് കയറി പോവാണേ. ഈ സമയത്ത് മാനു നേരെ കടപ്പാട്ടൂരേക്ക് എത്തുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് പറയാണ്, അച്ഛാ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുമ്പം എന്താണെന്ന് ചോദിക്കാണ്. അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം വൈജ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗുളികയെല്ലാം കഴിച്ചിട്ട് അകത്ത് കയറി കിടന്ന് ഉറക്കം തുടങ്ങിയേ. രോഹിത് ആണെങ്കിലോ നമ്മുടെ അലീനയുടെ മുടിയൊക്കെ വെട്ടിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനാക്കിയല്ലോ. ഇപ്പം അവൻ നല്ല ഉഷാറാണ്. അവനും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മനുവിന്റെ കയ്യിലെ പൊതിയൊക്കെ കാണുമ്പം ബാലൻ ചോദിക്കാണ്, എന്താടാ ഇത്, കുറെ ഉണ്ടല്ലോ, എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പം, കൃഷ്ണെ നീ എന്നും പറഞ്ഞില്ലേ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഏട്ടൻ വന്നിട്ട് പറയാനും കരുതി ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വരുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസാ. എന്താടാ? അത് പിന്നെ ഇന്നാണ് അലീന ജനിച്ച ദിവസം എന്ന് പറയുമ്പോഴേക്കും ബാലന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറട്ടോ, കടന്നൽ കുത്തിയതുപോലെ ഇരുണ്ട് കയറുകയാണ്. അപ്പൊ രോഹിത് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. മാനുവാണെങ്കില് അങ്കിളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്കിളെ അതൊക്കെ വിട്ടുകളാം, കഴിഞ്ഞ 23 വർഷമായിട്ട് അവൾ ഇതുവരെ അവളുടെ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല, അവൾക്കെല്ലാം നഷ്ടപ്പെട്ട ദിവസമായിരുന്നല്ലോ അതുകൊണ്ടാ. പക്ഷെ ഇന്ന് അവൾക്ക് എല്ലാം ഉണ്ട്, അമ്മയും അച്ഛനും സഹോദരങ്ങളും ഞാനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പ ആ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കണ്ടേ? ആ പാവം ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ പറയാണ്, ശരിയാ നീ പറഞ്ഞത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്, ഞാൻ ചതിക്കപ്പെട്ട ദിവസം എന്ന് പറയുമ്പം രോഹിത് ചോദിക്കാണ്, എന്താച്ച അങ്ങനെ പറഞ്ഞത്? ഹേയ് ഒന്നുമില്ല. അല്ല ഇതൊക്കെ എന്താടാ? ഞങ്ങൾ രണ്ടുപേരും ഞാനും കൃഷ്ണമോളും കൂടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാ, രണ്ടുപേരെയും കൂടി അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചത്. ബബിതയും കൂടി ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. ആഹാ കൊള്ളാലോ. അതെ, ഇനിയിപ്പം അവര് വരുന്നതിന് മുമ്പ് നമുക്ക് വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യണം, അലീനയ്ക്ക് വമ്പ സർപ്രൈസ് കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ അവൻ ആ കൊണ്ടുവന്ന ബലൂണും സാധനങ്ങളും എല്ലാം പൊട്ടിക്കാണേ. അങ്ങനെ അതെല്ലാം കൂടി രോഹിയും കൃഷ്ണമോളും മനുവും അതുപോലെ ബാലേന്ദ്രനും അതിൻ്റെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ ഹാളിൽ മൊത്തം ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. മനു പറയാണ്, ഉച്ചക്കുള്ള ഫുഡ് അലീന പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല മനു ഏട്ടാ, വന്നിട്ട് ചെയ്യാനോ ചേച്ചിയുടെ പ്ലാൻ. എന്തായാലും അത് വേണ്ട, ഞാൻ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ എല്ലായിടവും ഭയങ്കര ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. ഹാളില് വലിയൊരു ഡെസ്കില് വലിയൊരു കേക്കൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ മുഖം ഒട്ടിച്ച ആ ഒരു കേക്കാണ്, ഫേസുള്ള ഒരു കേക്കാണ് മനു കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ബലൂണും ബാക്കിയും എല്ലാം ഭയങ്കരമായിട്ട് സെറ്റപ്പായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കൃഷ്ണമുള്ള പറയുന്നുണ്ട്, മനുവേട്ടാ ഞാനും ഒരു ഗിഫ്റ്റൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്, ചേച്ചി അറിയാതെ എങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ഞാൻ സെറ്റാക്കി എന്ന് പറയുമ്പം ബാലൻ പറയാണ്, ഷോ നീ എന്നോടൊന്ന് പറയണ്ടായിരുന്നോ, ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കില്ലായിരുന്നോ എന്ന് പറയുമ്പം ഇനി സമയമുണ്ടച്ചാ, ചേച്ചീനെ ഞാനിപ്പോൾ വിളിച്ചു, ബബിതേച്ചിനെ അമ്പലത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ, അവർ വരാൻ എങ്ങനെ പോയാലും അരമണിക്കൂറാവും എന്ന് പറയുമ്പം എന്നാൽ ശരി ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ പോകുമ്പം രോഹിത് പറയാണ്, അച്ഛാ ഞാനും കൂടി വരുന്നു. അങ്ങനെ രോഹിയും ബാലേന്ദ്രനും കൂടി പുറത്തേക്ക് പോയിട്ട് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ്.
കൃഷ്ണമോളും മനുമോളുടെ ഗിഫ്റ്റ് കരുതിയിട്ടുമുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനും രോഹിയും കൂടി തിരികെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയ ബബിതയും അലീനയും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ബബിതയും ഇതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഹൗസിലേക്ക് കയറുമ്പം അലീന ചോദിക്കുകയാണ്, എന്ത് മേടിക്കാനാ കയറുന്നേ? ഒന്നുമില്ല, എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ കയറിയതാ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങുകയാണേ. അങ്ങനെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡോർ അടച്ചു കിടക്കായിരിക്കും. അലീന വന്ന് ഡോറിൽ ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ ബബിതയും വരികയാണ്. ബെല്ലടിച്ചിട്ട് ഡോറ് അങ്ങനെ ആരും തുറക്കുന്നില്ല. അപ്പോൾ തള്ളി നോക്കുമ്പം ഡോറിന് ലോക്കില്ല. അലീന ഇങ്ങനെ തുറക്കുമ്പോഴേക്കായിരിക്കും പെട്ടെന്ന് പാർട്ടി ബോംബ് നമ്മുടെ മനുവും രോഹിയും അതുപോലെ കൃഷ്ണമോളോട് പൊട്ടിക്കുന്നത്. അത് കേട്ട് ഞെട്ടിപ്പോവാണ് അലീന. എന്താണിതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴായിരിക്കും സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് വൈജയും കൂടി ഇറങ്ങി വരുന്നത്. വൈജ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഫുൾ അലങ്കരിച്ച് വെച്ചിരിക്കുകയല്ലേ. അലീന അകത്തേക്ക് കയറുമ്പം അവളും ഞെട്ടിപ്പോവാണ്. എന്താ ഇതൊക്കെ മനുവേട്ടാ എന്ന് ചോദിക്കുമ്പം, നീയല്ലേ പറഞ്ഞത് ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്, പിന്നെ എനിക്കിവിടെ അടങ്ങിയിരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനുവേട്ടൻ എപ്പോഴാ വന്നേ? നീ അമ്പലത്തിലേക്ക് പോയപ്പോൾ തന്നെ വന്നു. ബബിത പറയാണ്, ചേച്ചി അത് ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു, ഞങ്ങളെ പ്ലാൻ ചെയ്താ ചേച്ചി അമ്പലത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോള് പറയാണ്, അതെ ബുദ്ധി എൻ്റെ ആയിട്ടോ എന്ന് പറയാണ്. എന്താ മനുവേട്ടാ ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടാന്ന്. നീ അങ്ങനെയൊക്കെ പറയും, അതും കേട്ടുകൊണ്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുകയാണേ. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുമ്പം ബബിനോട് ചോദിക്കുകയാണ്, ഓഹോ അപ്പൊ ഇതിനല്ലേ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയത്? അങ്ങോട്ടേക്ക് വൈജു വന്നിട്ട് മനുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ കോപ്പറയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്താ അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആന്റിക്ക് ഇതൊക്കെ കണ്ടിട്ട് കോപ്പറായിട്ടാണ് തോന്നിയത്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എന്ത് മനോഹരമായിട്ടാ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതെന്ന് ആന്റി ഒന്ന് നോയിക്കേ എന്ന് പറയാണ്. ഇത് കേട്ട് വൈജ ഒന്നും മിണ്ടാ നിൽക്കാണേ. പെട്ടെന്നുള്ള വൈജയുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത അലയടിച്ചു വരുന്നത്. ആലീന ജനിച്ച ദിവസം ഇതാണെന്നാണല്ലോ ഇവർ പറയുന്നത്. തനിക്ക് തന്റെ മകളെ നഷ്ടപ്പെട്ട ദിവസവും ഇത് തന്നെയല്ലേ എന്ന് വൈജ ഓർക്കാണ്. അല്ല നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് മനുവും അതുപോലെ കൃഷ്ണയൊക്കെ പിടിച്ചുകൊണ്ട് കേക്ക് മുറിഞ്ഞിടന്ന് നിൽക്കുകയാണേ. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായപ്രകാരം അലീന കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ബബിത അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത കേക്ക് ആദ്യം തന്നെ അവൾ വൈജിക്ക് നേരെ നീട്ടുമ്പോൾ, എനിക്കെങ്ങും വേണ്ട നിന്റെ കേക്ക് എന്ന് പറയാണ്. എന്താനി ഇത്, നല്ലൊരു ദിവസമായിട്ട് ഒരു ബർത്ത്ഡേകൾ ഇടുന്നത് വേണ്ടെന്ന് പറയൂ ആരെങ്കിലും എന്ന് ചോദിക്കുമ്പം അവളൊന്ന് മിണ്ടാ നിൽക്കാണ്. മേഡം പ്ലീസ് മേഡം, വേറെ ആൾ തരുന്നത് കരുതിയാൽ മതി എന്ന് പറയുമ്പോഴേക്കും വൈജ അത് വാങ്ങിക്കുന്നുണ്ട്. വൈജയോട് മനു പറയാണ്, തിരിച്ചു കൊടുക്കുക ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും തിരിച്ചും കൊടുക്കുകയാണേ. ഒട്ടും സന്തോഷവും ആഗ്രഹവും ഇല്ലാതാണ് കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ കൃഷ്ണയ്ക്കും മനുവിനൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രന് അത്ര സന്തോഷമൊന്നുമില്ല. തൻ്റെ ജീവിതത്തിൽ അയാൾ ചതിക്കപ്പെട്ട ദിവസം ആയിരുന്നല്ലോ, അതുകൊണ്ട്. അങ്ങനെ രണ്ടാമത് അച്ഛ വാച്ച എന്ന് പറഞ്ഞ് ബാലേന്ദ്രനും കൊടുക്കുകയാണ്. പിന്നെ മനുവിനും കൃഷ്ണമോക്കും ബബിതയ്ക്കും രോഹിത്തിനും എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ടേ. അപ്പോഴേക്കും ബബിത കൃഷ്ണമ്മളെ പായസവും കൊണ്ട് വരുന്നുണ്ട്. ആഹാ, ഈ പായസമൊക്കെ ആരുണ്ടാക്കി? ഇത് റെഡിമെയ്ഡ് ചേച്ചി, ആരും ഉണ്ടാക്കിയെന്നല്ല. നിങ്ങൾ ഇവിടെ ഇത്ര നേരമല്ലായുള്ളൂ, ഇതൊക്കെ റെഡിയാക്കാൻ തന്നെ അത്ര സമയമായി. എല്ലാവരും പായസം കുടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പായസം കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റിൻ്റെ ചടങ്ങിലേക്ക് കടക്കാം അല്ലേ? ആദ്യം ആരാ ഗിഫ്റ്റ് കൊടുക്കുന്നേ എന്ന് ചോദിക്കുമ്പം ബബിത പറയാണ്, എന്തായാലും ഞാൻ തന്നെ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബബിത കൊണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ചില്ലില് ഒരു സിസ്റ്റേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് പോലത്തെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അതിനെ പറയാണ്, എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആയത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും രോഹിയും കൊണ്ടുവന്ന് അവക്ക് ഒരു ചുരിദാർ കൊടുക്കുകയാണ്. ആ ചുരിദാർ എടുത്ത് വെച്ച് നോക്കിയിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി രോഹിത്തെ, നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമാള്, വില കൂടിയ ഗിഫ്റ്റ് ഒന്നുമല്ല കേട്ടോ, എങ്കിലും എൻ്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് കൊണ്ടുവന്നിട്ട് ഒരു വാച്ചാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതേ സമയത്ത് ബാലേന്ദ്രനാണെങ്കിലോ അവൾക്ക് കവറിൽ നിന്നും ഒരു പെട്ടി എടുത്ത് കൊടുക്കുകയാണ്. ആ പെട്ടി തുറക്കുമ്പം അതിനകത്ത് ഒരു സ്വർണ്ണമാല ആയിരിക്കും കേട്ടോ. ഇത് കണ്ട് വൈദ്യരെ കണ്ണു തള്ളി പോവാണ്. എങ്ങനെ പോയാലും ഒരു 4 പവനോളം വില വരുന്ന ഒരു ചെയിനാണ് കേട്ടോ അത്.
ഇത് കാണുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ബാലേന്ദ്രനെ ഓർത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കാണ്. എന്തിനാച്ചാ ഈ സ്വർണ്ണമൊക്കെ എനിക്കൊന്നും ഇഷ്ടമില്ലാന്നറിയില്ലേ, അതൊന്നും സാരമില്ല, നീ ഒന്ന് കഴുത്തിലിട്ടെ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ ഓടി വന്നിട്ട് ആ ചെയിൻ എടുത്ത് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കാണ്. ഓ, ഇപ്പൊ സുന്ദരിയായല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരുടെയും ഊഴം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മനു പറയുന്നുണ്ട്, ഇനി എൻ്റെ ഊഴവാ, ഞാൻ തരട്ടെ ഗിഫ്റ്റ് എന്ന് ചോദിക്കാണ്. അങ്ങനെ അലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനും പോക്കറ്റിൽ നിന്ന് ഒരു പെട്ടി എടുക്കാണ്. ആ പെട്ടി തുറന്നിട്ട് അതിലൊരു മോതിരമായിരിക്കും കേട്ടോ. അങ്ങനെ അവൾ കയ്യിൽ മേടിക്കാൻ പോകുമ്പം അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ആ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് കൈയടിക്കാണ്. ആ, എന്തായാലും രാച്ച ചേച്ചിലും ചേട്ടൻ്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു കേട്ടോ എന്നും പറഞ്ഞ് കൈയടിക്കുമ്പം കൃഷ്ണമോളെ മിണ്ടാതിരിക്കുക എന്ന് പറയണട്ടോ അലീന. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ വൈജയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ദേഷ്യപ്പെട്ട വൈജ അകത്തേക്ക് കയറിപ്പോയി കഥ അടയ്ക്കുന്നുണ്ട്. ബാലൻ പറയാണ്, ആ ഒന്നും സാരമില്ല മോളെ, നമ്മൾ എത്രയൊക്കെ ബാത്റൂം തേച്ചൊരച്ച് കഴിയാലും ഒരു കൃമി ബാക്കി നിൽക്കില്ലേ, ആ കൃമിയാ പോയത്, അതുകൊണ്ട് അതിനൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഗിഫ്റ്റിന്റെ സംഭവമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അടുത്തായിട്ട് ഇപ്പൊ തന്നെ എത്തും നമ്മുടെ ബിരിയാണി, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ആണോ മനുവേട്ടാ എന്ന് ചോദിക്കാണ്. അങ്ങനെ ബിരിയാണിയും കൊണ്ട് കൊറിയർ ബോയ് എത്തുന്നുണ്ട്. അതും എല്ലാവരുടെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. വൈജയെ വിളിക്കുമ്പം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് കഥ കടിച്ച് കിടക്കാണ്. പക്ഷേ വൈജയുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഓടി വരുന്നുണ്ട്. കാരണം അലീന വന്നതിന് ശേഷമാണല്ലോ ബാലേന്ദ്രന് ഈ മാറ്റമൊക്കെ. തന്നെ വേണ്ടെന്ന് പറഞ്ഞതും അതിന് ശേഷമാണല്ലോ. തൻ്റെ കുഞ്ഞ് എന്നാണോ ഉണ്ടായത് അതേ ദിവസമാണ് അലീനയുടെ ബർത്ത്ഡേയും. അങ്ങനെയാണെങ്കിൽ അലീന ശരിക്കും ബാലേന്ദ്രന്റെ മകൾ തന്നെയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇവളുടെ മനസ്സിലേക്ക് അലയടി ചേർന്ന് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ അലീനയ്ക്ക്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആദ്യമായിട്ട് നിന്റെ സഹോദരൻ നിനക്ക് വാങ്ങിക്കൊണ്ട് തന്ന ചുരിദാറല്ലേ, നീ ഇപ്പോൾ ഇട്ടുകൊണ്ട് വാങ്ങിന്ന് പറയാൻ കേട്ടോ. നല്ല വില കൂടിയ നല്ല മോഡലായിട്ടുള്ള ചുരിദാറായിരിക്കും രോഹി കൊണ്ട് കൊടുത്തത്. അത് ഇട്ടുകൊണ്ട് വരുമ്പം ബബിത പറയാണ്, അയലിന ചേച്ചിക്ക് ഇത്ര ലുക്കൊക്കെ ഉണ്ടായിരുന്നോ, എന്നും ആ പന്ന 2-3 ചുരിദാർ മാത്രമേ ഇടുകയുള്ളൂ, നോക്കി എന്ത് രസാന്ന് നോക്കി കാണാനായിട്ട് എന്ന് പറയുമ്പം ബബിത അലീന പറയാണ്, എന്തിനാ മോളെ ഇത്ര വിലയുടെ ഡ്രസ്സൊക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 200 രൂപ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിക്കും, അത്രയും പേർക്ക് ഡ്രസ്സ് ഒപ്പിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഈ ഡ്രസ്സിൻ്റെ പൈസയ്ക്ക് ഞങ്ങളോടുള്ള എല്ലാ കുട്ടികൾക്കും ഡ്രസ്സ് വാങ്ങിക്കും, അങ്ങനെ ഞങ്ങൾ ശീലിച്ചു പോയതാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആഹാരം കഴിക്കുമ്പം കൃഷ്ണയും ബബിതയൊക്കെ പോയി വൈജയെ വിളിക്കുന്നുണ്ടെങ്കിലും വൈജ ഇറങ്ങി വരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചതിനൊക്കെ ശേഷം മനു വന്ന് അലയോട് പറയുന്നുണ്ട്, ഞാനെന്നാലും പോവാ, ഞാൻ വർക്കിനിടയ്ക്ക് ഓടി വന്നതാ. എന്തിനാ മനുവേട്ട ഇതൊക്കെ, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നി കാണോ? തോന്നിട്ടടോ, എങ്ങനെയെങ്കിലും മനസ്സിലാക്കട്ടെ താനാ മോളെന്ന്, അങ്ങനെയെങ്കിലും ദേഷിച്ചിട്ട് കുറയല്ലോ. ആ, അമ്മ മനസ്സിലാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മ മനസ്സിലാക്കുന്ന അച്ഛൻ മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത് എന്ന് പറയാണ്. അങ്ങോട്ടേക്ക് ബാലൻ വരുന്നുണ്ട്. എന്താടാ മോതിരമൊക്കെ ഇട്ടങ്ങ് മയക്കാൻ തീരുമാനിച്ചോ നീയെ? ഹേയ് അങ്ങനെയൊന്നുമില്ല അങ്ങളെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വൈജയ്ക്ക് ഒരു മാറ്റം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവളും ഒരു കുഞ്ഞിനെ പ്രസവിച്ച ദിവസമായിരുന്നല്ലോ ഇന്ന്, അതായിരിക്കും അവളുടെ മനസ്സിൽ കൂടെ മിന്നി പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോൾ വന്നിട്ട് തലേദിവസം അമ്മ ഇരുന്ന് കരഞ്ഞുള്ള കാര്യം പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, അന്ന് നിങ്ങളുടെ മുത്തശ്ശനൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ആ കുട്ടി മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ എത്തില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവൾ ആ കുട്ടിയെ കൊണ്ട് ജീവിച്ചാനെ, അല്ലെങ്കിൽ ആ കുട്ടിയുള്ള ഒരാളെ സ്വീകരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് ചതിച്ചുകൊണ്ടല്ലേ എനിക്കിത്രയും ദേഷ്യം ഉണ്ടായത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങളെ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതെല്ലാം മറക്ക്. ഇപ്പതേ അങ്ങളുടെ മക്കളെല്ലാം അങ്ങളുടെ വീട്ടിലെത്തി, ഭാര്യ എത്തി, ഇനിയിപ്പോൾ സമാധാനത്തോട് ജീവിച്ചുടെ അങ്ങളെന്ന് പറയുമ്പം ഇല്ല മനു, ഒരിക്കലും ആ വിഷമമൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായില്ല. അവളെ ഞാൻ അനുഭവിപ്പിക്കും എന്നെ ചതിച്ചതിന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറയാനേ. അങ്ങനെ മനു യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. കിട്ടിയ സമ്മാനങ്ങളെല്ലാമായിട്ട് മുറിയിലേക്ക് പോവാണ് അലീന. അങ്ങനെ അവിടെ ചെന്നിരുന്ന് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോള് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ സമ്മാന, നിങ്ങൾ കാരണം എനിക്കിതെല്ലാം കിട്ടിയത്. എങ്കിലും അമ്മയുടെ സ്നേഹം എനിക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റാതെ പോയല്ലോ മോളെ എന്നൊക്കെ പറയുമ്പം കൃഷ്ണ പറയാണ്,
അതെല്ലാം നടക്കും ചേച്ചി, സാരമില്ല. ഇത്രേ ആയില്ലേ. ചേച്ചിനെ കടിച്ചു കൊല്ലാൻ നിന്ന ബബിതേച്ചി രോഹിതേട്ടനും ചേച്ചി സ്നേഹിച്ചില്ലേ, അതുപോലെ ഒരു ദിവസം അമ്മയെ സ്നേഹിക്കും എന്ന് പറയാണ്. നമ്മുടെ വൈദ്യനെ മനസ്സിലാകപ്പാടെ സംശയങ്ങളാണ്. ഇന്നത്തെ ദിവസമാണല്ലോ താൻ തൻ്റെ കുട്ടിയെ പ്രസവിച്ചത്. അതേ ദിവസം തന്നെ അവൾ അനാഥാലയത്തിലായിരുന്നു. ആ ദിവസമാണ് അവളുടെയും ബർത്ത്ഡേ എന്ന് അറിയുമ്പോൾ ഇവളുടെ മനസ്സിലും ചെറിയ സ്പാർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി തൻ്റെ കുട്ടിയാണോ എന്നുള്ള സംശയമൊക്കെ അവളുടെ മനസ്സിലേക്ക് അലയടിച്ച് ഉയരുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റോറീസൊക്കെ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.